സാറ് എന്നെ കണ്ടിരിക്കാം, പക്ഷെ സാറിനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ആ, ചിലപ്പോ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും. അതിരിക്കട്ടെ, എന്നെ വിളിപ്പിച്ചത്? അങ്ങ് വളരെ കാലം എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ടിരുന്ന ആളാണ്. അങ്ങേക്കെല്ലാ നിയമവശങ്ങളും അറിയാം. ഞാൻ സാറിനെ വിളിപ്പിച്ചത് സാറിനത്ര സുഖകരമല്ലാത്തൊരു കാര്യം പറയാനാ. ആ, എന്തായാലും പറഞ്ഞോളൂ. ഞാനും അത്ര സുഖകരമല്ലാത്ത സിറ്റുവേഷനിലൂടെയാ കടന്നു പോകുന്നത്. അത് പൊളിറ്റിക്സ് അല്ലേ? IAS-കാർക്ക് അറിയാത്ത എന്ത് പൊളിറ്റിക്സാ സാറേ ഉള്ളത്? പൊളിറ്റീഷ്യൻസ് പ്രധാനമായിട്ടും രണ്ട് തരക്കാരാ. ഒന്ന് പ്രതിബദ്ധതയുള്ളവരും, മറ്റൊന്ന് പൊളിറ്റിക്സ് ബിസിനസ് ആക്കിയവരും. ഈ ഒരു ചർച്ചയ്ക്കല്ല ഞാൻ സാറിനെ വിളിപ്പിച്ചത്. മനസ്സിലായി? സുഖകരമല്ലാത്ത എന്തോ ഒരു കാര്യം പറയാനാണല്ലോ. കേക്കട്ടെ. എനിക്ക് സാറിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. രുക്മിണി എന്നൊരു പാവം സ്ത്രീയുടെ വീടും പറമ്പും സാറ് ബലമായി കൈവശപ്പെടുത്തി സാറിന്റെ മരുമകന്റെ അമ്മയുടെ പേർക്ക് എഴുതി കൊടുത്തു എന്നാണ് കംപ്ലൈന്റ്. ഈ കംപ്ലൈന്റ് തന്ന രുക്മിണിയെ കുറിച്ച് മാഡം ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു എന്നെ വിളിക്കാൻ. ഞാൻ അന്വേഷിച്ചിരുന്നു. മാഡം ഒന്നും അന്വേഷിച്ചിട്ടില്ല. രുക്മിണി ഒരു പാവം സ്ത്രീയാണെന്ന് മാഡം പറഞ്ഞല്ലോ. എന്നാ കേട്ടുള്ളൂ, രുക്മിണി ഒരു പാവം സ്ത്രീയല്ല. അവർ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ബ്ലേഡ് കമ്പനിക്കാരിയാണ്. പരിശോധിച്ചാൽ പോലീസ് രേഖകളിൽ കാണും. ഓപ്പറേഷൻ കുബേരക്കാലത്ത് ജയിലിൽ കിടന്ന ആളാ രുക്മിണിയുടെ ഹസ്ബൻഡ്. അവര് തന്ന പരാതിയിൽ വാസ്തവമില്ലേ? വാസ്തവമില്ല. എന്റെ മരുമകന്റെ കുടുംബം ഈ രുക്മിണിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചവരാ. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അവർ വീട്ടിലെത്തിയപ്പോ വാടകക്കാരോട് ചോദിക്കാതെ അവരുടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി പുറത്തിട്ടിരിക്കുന്നു. ചോദിച്ചപ്പോ ഞങ്ങളുടെ വീട് ഞങ്ങളങ്ങ് വിറ്റു, ഈ ഭാസ്കറിന് വിറ്റു. ഭാസ്കറിനോട് തീരാതരം നടത്തി ആ വസ്തു എന്റെ മരുമകന്റെ അമ്മയുടെ പേരിൽ വാങ്ങി. ഇതാണ് സത്യം. സാറും മരുമകനും കൂടി ഭീഷണിപ്പെടുത്തി വീടും പറമ്പും വാങ്ങിച്ചു എന്നാണ് പരാതി. രജിസ്ട്രേഷൻ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് പണവും വാങ്ങിയ ശേഷം കളക്ടർക്ക് പരാതി വന്നിരിക്കുന്നു. ഇതൊക്കെ പുതുമയുള്ള കാര്യമാണല്ലോ. ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊന്നും മാഡം എന്നെ വിളിക്കരുതായിരുന്നു. സാറിനിത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ഈ ജില്ലയുടെ പരമാധികാരി എന്ന നിലയിൽ എനിക്കിത് ചെറിയ കാര്യമല്ല. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ഒരു സാധാരണ സ്ത്രീയുടെ അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും കൈകടത്തി അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന നടപടി നിയമവിരുദ്ധമാണ്. കളക്ടർ എന്ന നിലയില് എനിക്കിതിൽ നടപടിയെടുത്തേ ഒക്കൂ. ഞാനിതിൽ ശക്തമായി നടപടിയെടുക്കും. അന്വേഷിച്ച് ന്യായമായ രീതിയിൽ എന്ത് നടപടിയെടുത്താലും ഞാൻ അതിൽ സംതൃപ്തനായിരിക്കും. പക്ഷേ ന്യായമായിരിക്കണമെന്ന് മാത്രം. 6 തവണ MLA-യും അതിലുപരി മന്ത്രിയായിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സംരക്ഷിച്ച ചരിത്രമേ പ്രതാപവർമ്മയ്ക്കുള്ളൂ. ഒരാളെയും ഉപദ്രവിച്ച ഒരു ചരിത്രവും എന്റെ ജീവിത നിഘണ്ടുവിലില്ല. പരിശോധിക്കാം എന്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും, എന്നിട്ട് നടപടിയെടുത്തുള്ളൂ. പക്ഷേ എടുക്കുന്ന നടപടി അത് ധാർമ്മികതയ്ക്ക് വിരുദ്ധമാകരുതെന്ന് മാത്രം.